15 വർഷത്തെ തുടർഭരണത്തിന് ശേഷം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് ചില നീക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ തന്നെയുണ്ട് മമതാ ബാനർജി. സോണിയാഗാന്ധിയെ കാണുന്നു, രാഹുൽ ഗാന്ധിയെ കാണുന്നു, ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗിൽ സജീവമായി പങ്കെടുക്കുന്നു, പഴയ നേതാക്കന്മാരുമായി ബന്ധം പുലർത്തുന്നു, അവരുമായി കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തായാലും പശ്ചിമ ബംഗാളിലെ സ്ഥിതി അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഒപ്പമുണ്ടായിരുന്നവർ പല വഴിയിലേക്ക് പിരിഞ്ഞു. വിമതപക്ഷം ശക്തി പ്രാപിച്ചു. അവിടെയാണ് മമതാ ബാനർജിക്ക് അടിപതറിയത്. മാത്രവുമല്ല, പശ്ചിമ ബംഗാളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഇനി പശ്ചിമ ബംഗാളിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വലിയൊരു പിൻബലം തന്നെ വേണം. ഒന്നുകിൽ കോൺഗ്രസ്, അതല്ലെങ്കിൽ BJP. നിലവിൽ കോൺഗ്രസിനൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് മമതാ ബാനർജി ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി നേരെ സോണിയയുടെ വീട്ടിലെത്തുന്നതും സോണിയാഗാന്ധിയെ കാണുന്നതും ചർച്ചകൾ നടത്തുന്നതും രണ്ടുപേരും പരസ്പരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വലിയ സൗഹൃദത്തിന് തുടക്കം കുറിച്ചതും. മമതയ്ക്കൊരാഗ്രഹമുണ്ട് കോൺഗ്രസിലേക്ക് പോകണം എന്ന്. ക്ഷണവും ലഭിച്ചു, വേണമെങ്കിൽ ഉപാധ്യക്ഷ ആക്കാമെന്ന്. പക്ഷേ അത് എത്ര കണ്ട് സ്വീകാര്യമാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. AICC നേതൃത്വത്തിൽ ഓരോ ദിവസവും മാറ്റങ്ങളുണ്ടാകുമ്പോൾ ആരൊക്കെ മുൻനിരയിൽ വരണം, ആരൊക്കെ പിൻനിരയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്ന ചില നേതാക്കന്മാർക്കുണ്ട്. അവർക്ക് മമതാ ബാനർജിയുടെ ഈ വരവ് അത്ര കണ്ട് സുഖകരമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം പുറത്തുനിന്ന് സ്നേഹിക്കാൻ മാത്രമേ മമതാ ബാനർജിക്ക് കഴിയുകയുള്ളൂ. അതായത് തൽക്കാലം കോൺഗ്രസിനൊപ്പം തുടർന്നു പോകാം. പക്ഷേ പശ്ചിമ ബംഗാളിലേക്ക് എത്തുമ്പോഴേക്കും പാർട്ടി ഓഫീസുകൾ നഷ്ടമാകുന്നു. പാർട്ടി ഓഫീസുകളിൽ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിടിമുറുക്കുന്നു, പ്രത്യേകിച്ചും BJP. നിരത്തുകളിൽ എവിടെയൊക്കെ പാർട്ടി ഓഫീസുകൾ സ്ഥാപിച്ചിരുന്നോ ആ പാർട്ടി ഓഫീസുകളൊക്കെ തന്നെ BJP കയ്യേറി CPIMനും മറ്റുമൊക്കെ തിരിച്ചു നൽകുന്നൊരു കാഴ്ചയും ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കാണുന്നുണ്ട്. മാത്രവുമല്ല, വിമതപക്ഷം അവിടെ വലിയ തരത്തിൽ ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ വലിയൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. പ്രതിപക്ഷത്ത് ഇനി ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന MLAമാരുടെ എണ്ണം മാത്രമാണ് ഇപ്പോൾ മമതയ്ക്ക് കൂട്ടായുള്ളത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഇങ്ങനെ ഒരു തിരിച്ചടി. 4ാം വട്ടവും തിരിച്ചു വരും. പശ്ചിമ ബംഗാളിൽ നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ വീണ്ടും തിരിച്ചു പിടിക്കാനാകും. SIRന്റെ പേരിലുണ്ടായ പിടിവാശികൾക്ക് പരിഹാരം കണ്ടെത്താനാകും. മാത്രവുമല്ല, ജനങ്ങളൊപ്പം നിൽക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയും മമതാ ബാനർജിക്കുണ്ടായിരുന്നു. എന്നാൽ കണക്കുകൂട്ടലുകൾ മെയ് മാസത്തിൽ തെറ്റി. മമതയ്ക്ക് അടിപതറി. സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർ പോലും തള്ളിപ്പറഞ്ഞു. അവർ മറ്റൊരു തരത്തിൽ അവർക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കാണുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള MPമാർ അവർ ഒറ്റയ്ക്കും 2ആയും 3ആയും ഒക്കെ BJP നേതാക്കന്മാരെ കാണുന്നു. അവരുടെ താല്പര്യങ്ങൾ അറിയിക്കുന്നു. BJPക്കൊപ്പം ചേരുന്നതിന് വേണ്ടിയുള്ള താല്പര്യം ചിലർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചിലർ രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണോ BJP ആഗ്രഹിച്ചിരുന്നത് പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കാൻ, ആ നീക്കങ്ങൾ ശുഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസരം BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. 3-2 ഭൂരിപക്ഷമാണ് BJPയുടെ മുന്നിലെ ലക്ഷ്യം. അതിനുള്ള നീക്കങ്ങൾ BJP ബുദ്ധിപരമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇന്ത്യ മുന്നണി എത്ര ശക്തിയായി തിരിച്ചു വരാൻ ശ്രമിച്ചാൽ തന്നെയും BJPയുടെ ബുദ്ധി അതിനും അപ്പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്നും DMK വിട്ടുനിന്നത്. ഇന്ത്യ മുന്നണിയിലെ നിർണായക ശക്തികളിൽ ഒന്നാണ് DMK. പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ ഏത് തീരുമാനമെടുക്കുമ്പോഴും ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത, ഒഴിവാക്കി നിർത്താൻ കഴിയാത്ത രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയാണ് സ്റ്റാലിൻ. ആ സ്റ്റാലിനെ, അല്ലെങ്കിൽ ആ സ്റ്റാലിൻ പങ്കെടുക്കാത്ത, സ്റ്റാലിൻ ഇല്ലാത്ത ഒരു ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഒരിക്കൽ പോലും കോൺഗ്രസിന് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല. കാരണം നിലപാടുകളിൽ ഉറച്ചു നിൽക്കും സ്റ്റാലിൻ. നിലപാടുകൾ കടുപ്പിച്ചു നിർത്താൻ സ്റ്റാലിന് കഴിയും. മാത്രവുമല്ല, സ്റ്റാലിൻ ഇനി എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കോൺഗ്രസിന് പോലും അറിയാത്ത ഒരു സാഹചര്യം.
അവിടെയാണ് BJP എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസന്മാരുടെ ചില നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 360 എന്ന മാജിക്കൽ ഫിഗർ അല്ലെങ്കിൽ മാന്ത്രിക സംഖ്യയിലേക്കുള്ള യാത്രയിലാണ് BJP. അവർക്ക് അവരുടേതായ ചില നയങ്ങളും നിയമങ്ങളും നടപ്പിലാക്കണം. ചില കാര്യങ്ങളിൽ അവർക്ക് മുന്നിലെത്തണം. അതിനുള്ള ചില അജണ്ടകൾ അവർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ അജണ്ടകൾ പൂർത്തിയാക്കണമെങ്കിൽ DMK വേണം, വിമതർ വേണം. അങ്ങനെ പശ്ചിമ ബംഗാളിലെ വിമതരുടെ പിന്തുണയും DMKയും ഒക്കെ സഹായിച്ചാൽ പാർലമെൻറ്റിൽ അവർക്ക് ചില കാര്യങ്ങൾ പാസ്സാക്കാൻ കഴിയും. പ്രത്യേകിച്ചും മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണമാണ്. പക്ഷേ അതിനു പിന്നിൽ അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഓൺ ഇന്ത്യ ഓൺ ഇലക്ഷൻ അതവരുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. ഒപ്പം വനിതാ സംവരണം അത് പേരിനാണ്, ഒപ്പം നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ BJP ചിന്തിക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചില ഏജന്റുമാർ DMKയുമായി സംസാരിച്ചു തുടങ്ങി. കോൺഗ്രസിന് പറ്റിയ അബദ്ധങ്ങളിലൊന്നായിരുന്നു TVK ഒപ്പം പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചതും DMKയോട് കാര്യമായി ചർച്ചകൾ നടത്താതിരുന്നതും. ഒപ്പം നിർത്തേണ്ടവരെ ഒപ്പം നിർത്താതെ മറ്റു ചില പുതിയ ചിന്തകൾക്ക് പിന്നാലെ പോയതിന് കോൺഗ്രസിന് ഒരു പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ കാലതാമസമില്ലാതെ. എന്തായാലും പശ്ചിമ ബംഗാളും ഡൽഹിയും ഒക്കെ കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ചിലർക്ക് വാഴാനും ചിലരുടെ വീഴ്ചയുടെ ആക്കം കൂട്ടാനും.